നമുക്കിത് തുറന്ന് നോക്കാം. ഗൈസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കൊരു പീസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് നല്ല രസമുണ്ട് കാണാൻ. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗായ്സ് ഇത് ഭയങ്കര ടേസ്റ്റിയാ, തിന്നോണ്ടേ ഇരിക്കാൻ തോന്നുക. ഹായ് ഗായ്സ്, ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഒരു ബ്രെഡ് ന്യൂട്ടല്ല പുഡിംഗ് ആണ്. അപ്പം ഗായ്സ് നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പം സ്കൂള് വിട്ട് വന്നാൽ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഇത്. ഇതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാലാണ്, പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, പിന്നെ കസ്റ്റാർഡ്, പിന്നെ ന്യൂട്ടല, പിന്നെ എന്തായാലും വേണ്ടത് ഈ ബ്രെഡ്. അപ്പം ഗായ്സ് നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഇവിടെ എടുക്കുന്നത്. കുറച്ച് പാൽ നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഗായ്സ് നമ്മളുടെ പാലൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ച പാലിലോട്ട് കസ്റ്റാർഡ് പൊടി ഇടാം. അപ്പം ഗായ്സ് 1/2 ലിറ്റർ പാലിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടിയാണ് വേണ്ടത്. അപ്പം ഗൈസ് ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കാം. ഗൈസ് കണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ട് പാലിൻ്റെ. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഗൈസ് നമ്മളുടെ പാൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് വേഗം ഇത് ഇളക്കാം. അപ്പം ഗൈസ് നിങ്ങൾ മധുരത്തിന് അനുസരിച്ചിട്ടോ. ഞാൻ ഇപ്പം ഇവിടെ 4 ടേബിൾ സ്പൂണാണ് ഇടാൻ പോകുന്നത്. 1 2 3 4. അപ്പം നമ്മൾ 4 ടേബിൾ സ്പൂൺ ഇട്ട്. അപ്പം ഗൈസ് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് നമുക്ക് ഈ പാലിലോട്ട് ഒഴിക്കാം. നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു. നല്ല സ്മൂത്തായി വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഗ്യാസിലൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ നിന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര അപകടമാണ്. അപ്പോൾ ഗൈസ് ഇത് നന്നായി കുടുങ്ങിയിട്ടുണ്ട്, കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഗൈസ് നമുക്കിനി ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ മുറിക്കാം. സൂക്ഷിച്ച് മുറിക്കണേ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ മുറിഞ്ഞു പോവും. നല്ല ഭംഗിയിൽ കട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഗൈസ് നമ്മൾ ഇത് ഒരു കഷ്ണം കൂടെ ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഗൈസ് നമ്മൾ ബ്രെഡ് മുറിച്ചു. ഇനി നമുക്ക് ന്യൂട്ടല തേക്കാം. അപ്പം ഗൈസ് ഇത് നമുക്ക് വേഗം വെക്കാം. അപ്പം ഗായ്സ് നമുക്കിനി ഒരു ലെയർ കസ്റ്റാർഡ് മിൽക്ക് ഒഴിക്കാം. നന്നായി സൂക്ഷിച്ചൊഴിക്കണേ ഗൈസ്. നല്ല മണമുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് കേടായി പോകും. അപ്പം ഗൈസ് നമുക്കിനി വേഗം ഈ ബ്രെഡ് സെക്കൻഡ് ലെയർ വെക്കാം. സൂക്ഷിച്ച് വെക്കണേ. ഈ നമുക്ക് അടുത്ത ലെയർ ഒഴിക്കാം. അപ്പം ഗൈസ് നമ്മളുടെ ഇതാ ബ്രെഡ് പുഡിംഗ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഈ ബദാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിക്കാം. അപ്പം ഗൈസ് ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പതുക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇടാം. എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്യണം, അതുകൊണ്ട് പതുക്കെ ഇട്ടാൽ മതി. അപ്പം ഗൈസ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു, കണ്ടോ. അപ്പോൾ ഗൈസ് നമ്മളുടെ പുഡിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ ഒരു 1-2 മണിക്കൂർ വെക്കണം. അപ്പോൾ ഗൈസ് നമ്മളുടെ ബ്രെഡ് ന്യൂട്ടല പുഡിംഗ് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമുക്കിത് തുറന്ന് നോക്കാം. ഗൈസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കൊരു പീസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം.
ഉണ്ട് കാണാൻ. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗൈസ്, നമ്മളുടെ ന്യൂട്ടൽ ഇത് ലെയറിൻ്റെ അകത്ത് വന്നത് കണ്ടോ? നല്ല ചോക്ലേറ്റും ആണ്, പിന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഗൈസ്, ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, തിന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നുക. നിങ്ങൾ മസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റിയാണ്, ചോക്ലേറ്റിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ മസ്റ്റ് ഇത് ട്രൈ ചെയ്യണം, പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.